ഈ മണ്ഡലത്തിൽ താമസിക്കുന്നതുമായ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചോളൂ. ഉദ്ഘാടനം ചെയ്യുന്നതിനെ ക്ഷണിച്ചോളൂ. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി വക്കീൽ ശ്രീ ആന്റണി വൈലോറ, ശ്രീ PT അബ്രഹാം, അഡ്വക്കേറ്റ് രാഘവൻ, ശ്രീ ജോഷി പള്ളൻ, കലൂർ സൗത്തിലെ സ്ഥാനാർത്ഥി ശ്രീമതി ഗ്രേസി ജോസഫ്, സഹോദരന്മാര്, സുഹൃത്തുക്കൾ, തെലങ്കാന ഡിവിഷനിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് AV സേവറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് നടക്കുന്നത്. വളരെ പ്രശ്നങ്ങളുണ്ടായി എന്ന് ശരിയാണ്. പക്ഷെ ഇന്ന് അതൊക്കെ മാറി നോമിനേഷൻ കൊടുത്ത് ഇരുന്ന മുഴുവൻ പേരും നോമിനേഷൻ പിൻവലിക്കുക മാത്രമല്ല, അവരെല്ലാവരും വളരെ സജീവമായി ഈ യോഗത്തിനുണ്ട് എന്നതാണ് ഈ യോഗത്തിന്റെ പ്രത്യേകതയായി ഞാൻ കാണുന്നത്. K. ബാബു MLA എത്തിയിട്ടും അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യാം. നോമിനേഷൻ കൊടുക്കാൻ ഉണ്ടായ ഒരു സ്വാഭാവിക വികാരമാണ്. പക്ഷേ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് അവർക്കുണ്ടായ വികാരത്തെ മാനിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അവരെല്ലാവരും സഹകരിക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, ഇന്ന് ഈ യോഗത്തിന് അവരെല്ലാം എത്തിയിട്ടുണ്ട്. ഞാൻ അവരെ പ്രത്യേകം ഹാർദമായി സ്വാഗതം ചെയ്യുകയും നിങ്ങളുടെ കൂടെ പ്രവർത്തനം കൊണ്ട് 27-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമ്മുടെ കൗൺസിലർ സേവർ വക്കീലായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ഡിവിഷനാണ് കുറെ കാലമായി ഇത്. അതിൽ ഒരു പ്രാവശ്യം UDF തോൽപ്പിച്ചത് ജോർജിയായിരുന്നു. ജോർജിയായിട്ടും എനിക്ക് വളരെ അടുത്ത സുഹൃത്തും ഞങ്ങൾ ഒരുമിച്ച് 6 കൊല്ലം കൗൺസിലർമാരായിരുന്നു. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിക്കുകയും പരസ്പരം അംഗീകരിക്കുകയും ഞാനുമായിട്ട് വ്യക്തിഗത അത്രയേറെ ഉണ്ടായിരുന്ന കുടുംബബന്ധം ഉണ്ടായിരുന്ന ആളാണ് ശ്രീമാൻ AV ജോർജ്. സ്വാഭാവികം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മോളൊക്കെ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അതും നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനെ കുറച്ചുകൂടെ ശക്തിയാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ഡിവിഷനിൽ നിന്നും ആദ്യം ജയിച്ച മൈക്കിളേട്ടൻ, അദ്ദേഹം കുറെ കാലം നമ്മുടെ ഡെപ്യൂട്ടിമാരായിരുന്നു. മൈക്കിളേട്ടന്റെ പ്രിയപ്പെട്ട പുത്രൻ ശ്രീ വിക്ടർ ഇവിടെ ഉണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും UDF ഇത്തവണ വിജയിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ ഡിവിഷനിൽ. അത് പ്രയോജനപ്പെടുത്തി ഇത്തവണ നമുക്ക് വിജയിക്കാൻ കഴിയണം. ഈ ചെറുവക്കീലിന്റെ ചിഹ്നം രസമുള്ള ചിഹ്നമാണ്. വിളവെടുക്കുന്ന കർഷകൻ. എന്നോട് തമാശയായിട്ട് ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആള് പറഞ്ഞു, നേതാവ്, ഞങ്ങൾ കംപ്ലീറ്റ് ഉഴുതു മറിച്ച് വിതച്ച് കൊയ്യാനായപ്പോൾ സേവർ വക്കീല് കൊയ്യാൻ വന്നത് ശരിയാണോ എന്ന് ഒരു ആളെന്ന് ചോദിച്ചു. പക്ഷെ എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം വക്കീല് സമൃദ്ധമായി വിളവെടുക്കട്ടെ അച്ഛനെ ഉപയോഗിച്ച് എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. അത് ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ഏതായാലും നമുക്കിത്തവണ നഗരസഭ നമുക്ക് പിടിക്കണം. ഇവിടെ മാത്രമല്ല, ഞാനും ബാബുവൊക്കെ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ പോകുന്നവരാണ്. നമ്മുടെ കണ്ടുപിടി എവിടെ ചെല്ലുമ്പോഴും ജനങ്ങളുടെ ഒരു വികാരമുണ്ട്. 978 തൊട്ട് നിരന്തരമായി ഇടവേളയില്ലാതെ ഭരിക്കുന്ന ഇടത് മുന്നണിയെ നമുക്ക് ജനങ്ങൾക്ക് പരാജയപ്പെടുത്തണം. ഞങ്ങളൊക്കെ ചെവി ചോദിക്കും, നിങ്ങൾ നേരെ നിൽക്കുമോ? ജനങ്ങളുടെ ചോദ്യം. ഞാനിപ്പോ ചങ്ങമ്പുഴ പാർക്കിൽ അവിടെ സെന്നറി സമ്മേളനത്തിൽ പോയിരിക്കുകയായിരുന്നു. സാരമാശ കൂടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത്തവണ നിങ്ങൾ ജയിക്കും അല്ലേ? അദ്ദേഹത്തിന്റെ മനസ്സിലും നമ്മൾ ജയിക്കണം എന്ന് തന്നെയാണ്. വേറെ ഒന്നുമില്ല, നമ്മുടെ നഗരത്തിന്റെ സ്ഥിതി അതാണ്.
ഇന്നലെ മുഖ്യമന്ത്രിയുടെ കാറ് കുഴി വീണിട്ട് പോലീസുകാരെല്ലാം കൂടെ പൊക്കിയ കയറ്റി വിട്ടു. റോഡ് മുഴുവൻ കുഴിയാണ്. നഗരത്തിലെ ഒന്നോ രണ്ടോ റോഡ് വെച്ച് മുഴുവൻ കോർപ്പറേഷനൊക്കെ അതാ രസം. നഗരത്തിലെ റോഡിന്റെ ഉടമ നഗരസഭയാണ്. നാളെ വരേണ്ട ROB പണിയേണ്ടത് നഗരസഭയാണ്. മെട്രോ റെയിലിന്റെ അലൈൻമെന്റ് ഫിക്സ് ചെയ്യേണ്ടത് നഗരസഭയാണ്. പഴയ നഗരസഭയല്ല. ഒത്തിരിയേറെ അധികാരങ്ങളുള്ള ഈ പുതിയ നഗരസഭയ്ക്ക് തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു സങ്കല്പമുണ്ട്. നമ്മുടെ നഗരത്തിൽ വരേണ്ട മാറ്റങ്ങൾ. അതുപോലെ തന്നെ ഞാനുമൊക്കെയും കഴിഞ്ഞ 15 കൊല്ലൊക്കെ ഞാൻ ഞങ്ങളോട് താമസിക്കാൻ വന്ന അങ്ങോട്ട് ഒരാഴ്ചയിലും 3 ദിവസങ്ങളിൽ കാണും. അദ്ദേഹത്തിന്റെ വീടിന്റെ ഇതിലൂടെ എന്റെ റൂട്ട്. ഞങ്ങളുടെ ഒരു സ്ഥിരം മാധവൻ അറിയാം. ഞങ്ങളുടെ സ്ഥിരം സുഹൃത്തുണ്ട് സജി. അവിടുത്തെ നമ്മുടെ ഒരു പ്രൊപ്പഗാൻഡ പ്രൊപ്പഗാൻഡ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇന്നലെ ഞാൻ സജിയോട് പറഞ്ഞു, നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പറഞ്ഞുകൊള്ളാം. സജി ഒരു സ്വല്പം അക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഒരു ദിവസം ഒരു 2000 നോട്ടീസിന്റെ ഫലം ചെയ്യും. ഇന്നലെ പറഞ്ഞ വക്കീൽ വന്നിട്ട് കണ്ടതൊക്കെ പറഞ്ഞു. അതൊരു വികാരമാണ്. ഒരു വികാരമാണ്. നമുക്ക് ജയിക്കണം, ഒരു ഭരണമാറ്റം ഉണ്ടാവണം. അതിന് തയ്യാറായ നമ്മുടെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ചുമതല നാം ഓരോരുത്തർ ഏറ്റെടുക്കണം. ഇത്തവണ വോട്ടർ പട്ടികയാണ് CPMന്റെ അവസാനത്തെ ഒരു ആയുധം. വോട്ടർ പട്ടിക. വോട്ടർ പട്ടികയുടെ ബേസ് എന്ന് പറഞ്ഞാൽ 2009 പാർലമെന്റ് ഇലക്ഷന്റെ ലിസ്റ്റാണ്. പക്ഷെ അതിൽ ഫോട്ടോ എടുത്ത് കളഞ്ഞു. ഫോട്ടോ കളഞ്ഞത് മാത്രമല്ല, ആ ലിസ്റ്റിൽ ഒത്തിരിയേറെ പേര് കൂട്ടിച്ചേർത്തിരിക്കും. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോ നിങ്ങളറിയാത്തുള്ള പേര് എന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ ഈ വളരെ അപാകതയുള്ള ഒരു വോട്ടർ പട്ടികയാണ് ഇടതുപക്ഷ മുന്നണിയുടെ അവസാനത്തെ തുറപ്പിയിട്ട് പദം. ആ വോട്ടർ പട്ടിക പരിശോധിക്കുകയും സ്ഥലത്തില്ലാത്തവരുടെയും മരിച്ചുപോയവരുടെയും കള്ളത്തരത്തിൽ പേര് ചേർക്കപ്പെട്ട ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കണം. അത് ഇലക്ഷൻ കമ്മീഷൻ അയച്ചു കൊടുക്കുന്നത് മാത്രമല്ല, പോളിംഗ് ദിവസം പോളിംഗ് ഓഫീസറെ ആ ലിസ്റ്റ് ഏൽപ്പിക്കുകയും ഇത്രയും പേര് ഇവിടുത്തുകാരല്ല, ഇവർ അർഹരായ വോട്ടർമാരല്ല എന്ന് ആ ഓഫീസറെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അദ്ദേഹം ചിലപ്പോൾ അംഗീകരിക്കില്ലായിരിക്കും. എന്നാലും അങ്ങനെയുള്ള വോട്ടർമാർ വന്നാൽ അവർ ഞങ്ങൾ വോട്ട് ചെയ്യിക്കാൻ സമ്മതിക്കില്ല എന്നൊരു സന്ദേശം നാം ഇപ്പോഴേ കൊടുത്തില്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനാധിപത്യ ശൈലിയുണ്ട് ആ വോട്ട് ചെയ്യാറുള്ളത്. അതിനുവേണ്ടി ഫോട്ടോ പറ്റും. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ എളങ്കുളം ഡിവിഷൻ ജോഷി പറഞ്ഞത് മുഴുവൻ കാലത്തല്ല, ഇവിടെ പഴയ താമസക്കാർ ഒത്തിരി പേരുള്ള ഒരു പ്രദേശമാണ്. ഒത്തിരിയേറെ പേരുള്ള പ്രദേശമാണ്. പുറത്തുള്ളവരും വന്നിട്ടുണ്ട് എന്ന് ശരി തന്നെയാണ്. എന്നാലും ഈ പ്രദേശത്ത് ജനിച്ചു വളർന്നവരും വളരെ പതിറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്നവരാണ് ഡിവിഷൻ ഉള്ളവർ എന്നൊരു യാഥാർത്ഥ്യം നാം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവരുമായി ബന്ധപ്പെടുകയും അവരെല്ലാവരെയും രംഗത്ത് കൊണ്ടുവരികയും അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ കഴിയും. നമ്മുടെ ബഹുമാനായ ശ്രീ TM ജേക്കബ് ഇവിടെ എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുക. ഞാനെന്റെ പ്രസംഗം ചുരുക്കുക. ശ്രീ TM ജേക്കബ് നേരത്തെ ഈ ഡിവിഷണൽ ഇലക്ഷനിൽ നേരത്തെ സൂപ്പർവിഷൻ നടത്തിയിട്ടുള്ള ആളാണ്. ശ്രീ PK ഗ്രഹം മത്സരിച്ചപ്പോൾ അതിലൊരു പ്രത്യേകത ഉള്ളത്, നമ്മുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുടെ ജ്യേഷ്ഠനെതിരായിരുന്നു നമ്മളൊക്കെ ഒന്ന് പ്രവർത്തിച്ചതിന്റെ പ്രത്യേകതയും ഉണ്ട്. ഈ രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ്. രാഷ്ട്രീയത്തിൽ ഒന്നും പറയാൻ കഴിയില്ല. ആരൊക്കെയാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടും, ഏതൊക്കെയാണ് രാഷ്ട്രീയ അഫിലിയേഷൻസ് എന്നുള്ളത് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത. ആർട്ട് ഓഫ് പോസിബിൾ എന്നാണ് ബിസ്മാർക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ശ്രീ TM ജേക്കബിന് പരിചയമുള്ള ഒരു ഡിവിഷനാണ് ഈ എളങ്കുളം ഡിവിഷൻ എന്ന് സാന്ദർഭികമായി ഞാൻ ഓർക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ നിർത്തുകയാണ്. ഇന്ന് വളരെ അനുകൂലമായ ഈ രാഷ്ട്രീയ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം. അറിയാം,
ഒന്ന് അദ്ദേഹത്തിന്റെ പകുതി ഭാഗം ഇവിടെ തന്നെയാണ്. വക്കീലിന്റെ കുടുംബം, വക്കീലിന്റെ ഭാര്യ കുടുംബം ഇവിടെ തന്നെയാണ്. അദ്ദേഹം വളരെ വർഷമായി ഇവിടെ താമസിക്കുന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പുതിയ ആള് എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന ആവശ്യം നമുക്ക് വരില്ല. അതൊന്നും വലിയ അഡ്വാൻറ്റേജ്. സ്വാഭാവികമായിട്ടും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ പേരുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഐക്യജനാധിപത്യത്തിൽ നിന്ന് വലിയ ശക്തിയുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ മറ്റ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ശക്തിയുള്ള വേരുള്ള ഒരു ഡിവിഷനാണ്. അത് നാം ഒത്തൊരുമിച്ച് പിടിച്ചാൽ ഇത്തവണ വിജയിക്കാൻ കഴിയും. അത് വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിന്റെ ഉദ്ഘാടനകർമ്മം നടത്തുന്നില്ല. ഞാനേതായാലും 25-ാം തീയതി വോട്ട് എടുപ്പ് കഴിഞ്ഞ് 27-ാം തീയതി ഒരു അരമണിക്കൂർ മതി കൗണ്ടിങ്ങിന്. പണ്ടാണെങ്കിൽ മണിക്കൂർ വേണ്ട, അരമണിക്കൂർ കൗണ്ടിങ്. ഉച്ചയാകുമ്പോഴേക്കും നമ്മുടെ ഇളങ്ങണം ഡിവിഷനിലെ കൗൺസിലർ അഡ്വക്കേറ്റ് AV സേവർ ആയിരിക്കട്ടെ ആ പ്രഖ്യാപനം കേൾക്കാൻ നമുക്കിടയാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.